ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. ഇത് എൻ്റെ ആദ്യത്തെ വീഡിയോ 2025 ഇന്ന് തന്നെ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചേ ഞാൻ. പിന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്നും കാണിക്കാൻ പോകുന്നത് എൻ്റെ വെജിറ്റബിൾ പാച്ച് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് 3 വെജിറ്റബിൾ പാച്ച് ഉണ്ട്. അതിലെ ഒരു 1.5 സൈഡാണ് ഞാൻ കാണിച്ചേക്കുന്നത്. ഇനി അവർ രണ്ടാമത്തേതിൻ്റെ പകുതി കാണിക്കും, പിന്നെ പറ്റുവാണെങ്കിൽ മൂന്നാമത്തേതും കാണിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് കാണാൻ വേണ്ടി റെഡിയാണെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ ഇത് കാണിക്കാം. ഇവിടെ ഇപ്പോൾ ഇച്ചിരി വെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് പിന്നെ രണ്ടാമത്തെ വെജിറ്റബിൾ പാച്ചിൻ്റെ മറ്റേ സൈഡാണ്. ഞാൻ അന്ന് കാണിച്ച സൈഡല്ല, വേറൊരു സൈഡ്. പിന്നെ ഇവിടെ ഇപ്പോൾ 3 ചില്ലികളുണ്ട് ഈ സൈഡിൽ, പിന്നെ മുളക് ചെടികൾ. അതിൽ ഈ മുളകിൽ പിന്നെ കാ വന്ന് തുടങ്ങി. ഞാനിങ്ങനെ ഇച്ചിരി കായ് ഇങ്ങനെ പൊക്കി കാണിക്കാം. പിന്നെ കായ് വന്ന് തുടങ്ങി. അത് നീളത്തിലുള്ള പിന്നെ എരിവുള്ള മുളകാൻ ഞാൻ തോന്നുന്നു. പിന്നെ അതിൽ വന്നു തുടങ്ങി, കുറച്ച് കൂടുതൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറൊരെണ്ണമുണ്ട്, അതിൽ മൊട്ട് വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് 2 പിന്നെ മൂന്നാമത്തേത് അതിലും മുളക് നല്ലപോലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പക്ഷേ മുളക് കാണുമ്പം മറ്റേതിൻ്റെ പോലെ തന്നെ നീളത്തിലുള്ള മുളകാണെങ്കിലും ഒരിച്ചിരി ലൈറ്റ് ഗ്രീൻ കളറാണ്. അതിൽ നിറയെ പൂവും കായും എല്ലാം വന്നു തുടങ്ങി. പിന്നെ ഉള്ളത് പിന്നെ ഈ ചീര. അത് പിന്നെ ഞാൻ നാളെ പറഞ്ഞതുപോലെ ചീര എല്ലായിടത്തും ഉണ്ട്, അരിയിടാതെ തന്നെ കിളിച്ച് വന്ന. പിന്നെ ഈ വെജിറ്റബിൾ പാച്ചിലുള്ളത് പിന്നെ ചെറി ടൊമാറ്റോവാണ്. അത് ഞാൻ അന്ന് തിരക്കാന്ന് പറഞ്ഞില്ലേ, പിന്നെ കഴിഞ്ഞ 1.5 വർഷമായിട്ട്. അപ്പോൾ ഈ വർഷം തന്നെ അവസാനം ഞാൻ നല്ല തിരക്കായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ ചെറിയ ടൊമാറ്റോ സാലഡിലിടുമ്പോൾ അതിനകത്തിലെ സീഡ് എടുത്തിട്ട് ചുമ്മാ ചെറിയൊരു പോട്ട് എടുത്തിട്ട് നട്ടു വെച്ചു. പിന്നെ പാകിയതാണ്, കിളിക്കുമോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടി. പക്ഷേ എല്ലാം കിളിച്ചു. അങ്ങനെ 3 ടൈപ്പിലെ ചെറിയ ടൊമാറ്റോ ഉണ്ട്. ഇതൊരെണ്ണം എനിക്ക് തന്നെ അറിയത്തില്ല ഏതൊക്കെയാണെന്നൊന്നും ഇപ്പം അറിയത്തില്ല, എനിക്ക് വരുമ്പോഴേ അറിയത്തുള്ളൂ. പിന്നെ എന്നിട്ട് ഇവിടെ അല്ല, അതും ഞാൻ ഒത്തിരി സീഡ്സ് അങ്ങിട്ട് എന്നിട്ട് ഒന്നും മാറ്റിയതൊന്നുമില്ല. എല്ലാം കൂടി ഇവിടെ കൊണ്ടങ്ങ് നട്ടുവെച്ച് സമയമില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാത്തിലും പൂ വരുന്നുണ്ട്. ഒരെണ്ണം റെഡ് കളറിലെ റെഡ് കളറ്, ഒരെണ്ണം യെല്ലോ കളറും, പിന്നെ ഒരെണ്ണമാണെങ്കിൽ റെഡ് ഇച്ചിരി ഇവിടെ ഒരു ഓവൽ ഷേപ്പിലുള്ള. അത്രയും 3 ടൈപ്പാണ്. കുറച്ചൊക്കെ ഇവിടെ കാണുമ്പോൾ ഇലയ്ക്ക് വ്യത്യാസമുണ്ട്, പക്ഷേ ഏതൊന്നും അറിയത്തില്ല. ഇതൊരിച്ചിരി തിന്നായിട്ട് ഡാർക്ക് ഗ്രീനും ഇതിച്ചിരി വലിപ്പത്തിലുള്ള പിന്നെ ലൈറ്റ് ഗ്രീനും ഒക്കെയാണ്. അപ്പോൾ ഈ വരുമ്പം കാണിച്ചു തരാം അതിനെ ഞാൻ. പിന്നെ ഇതിലുള്ളത് ബീൻസാണ്. ഈ ബീൻസ് നമ്മൾ ഇവിടെയും എനിക്ക് തോന്നുന്നു അവിടെയെല്ലാം കടയിൽ നിന്ന് മേടിക്കുന്ന ടൈപ്പ് ബീൻസ് ഇല്ലേ, സാധാരണ ഇത്ര നീളത്തിൽ വരുന്നേ. ഇതേണ്ട ഇപ്പോൾ വന്നു തുടങ്ങി. ഇതിന് കൊലയായിട്ട് പിടിക്കും. ഇത് എല്ലാ വർഷവും ഞാൻ കുറച്ചെങ്കിലും നടും, നിറയെ കിട്ടും എനിക്ക്. ഒത്തിരി നാൾ കിട്ടുകയും ചെയ്യും ഇത്. പിന്നെ ബീൻസ് വന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെ. ചെറിയ ചെടിയായിരിക്കും, പിന്നെ ചെടി ചൂടെ വലുതാവും, പക്ഷേ ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കത്തുള്ളൂ, പടരുന്ന നല്ലത്. ഇതിൻ്റെ ഇവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ ദേ ഇവിടെയുണ്ട്. പിന്നെ വേറൊരു മൂടും കൂടെ ഉണ്ടായിരുന്നു എനിക്ക്, പക്ഷേ അത് അങ്ങ് ഉണങ്ങിപ്പോയി. അങ്ങനെ ആ 2 ബീൻസ്. പിന്നുള്ളത് ഇത് നമ്മുടെ പിന്നെ സാലഡിലൊക്കെ ഇടുന്ന ക്യൂക്കമ്പറാണ്. പിന്നെ അത് ശരിക്കും ഇങ്ങനെ ഇത് പടരുന്നതാണ്. പക്ഷേ പിന്നെ ഞാനിതിനെ തൈ മേടിച്ചിട്ട് ചെറിയ പോട്ടിൽ തന്നെ ഇരുന്നിട്ട് നടാൻ ഒത്തിരി ലേറ്റായിപ്പോയി. ഇത് കായൊക്കെ വരുന്നുണ്ട്, എങ്ങനെ വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അതിന് പടരേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും അത് കുറ്റിയായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതൊരു ഇച്ചിരി വലുതായിട്ട് ലോങ് ആയിട്ട് വരുന്ന ക്യൂക്കമ്പറും, പിന്നെ ഞാൻ മറ്റേ വെജി പാച്ചിൽ ശരിക്കും ഇച്ചിരി ഷോർട്ടായിട്ടുള്ളതുമുണ്ട്. പിന്നെ ഇതിനകത്തിൽ ഇവിടെ ഒരു ചെറിയ തൈ വരുന്നേ, അതൊരു സൈസ് പിന്നെ നമ്മുടെ ചീര പോലത്തെ, അതിന് കെയിൽ എന്ന് പറയുന്നത്, പേർപ്പിൾ കെയിൽ. അത് അതിൻ്റെ തണ്ടിന് ഇച്ചിരി പേർപ്പിൾ കളറാണ്, അതിൻ്റെ ലീഫിന് ഒരു വ്യത്യാസമുണ്ട്. പിന്നെ അത് തന്നെ കേളി കെയിൽ, 3 ടൈപ്പിലെ കെയിലുണ്ട്. പിന്നെ അത് സൂപ്പർ ഫുഡിലൊക്കെ വരുന്നത്. ഇത് കേളി കെയിൽ. ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, ഇങ്ങനെ ചുരുണ്ടിരിക്കും. നല്ല തോരനാണ് വെക്കുമ്പോൾ. നമ്മൾ എന്തിനെടുക്കുമ്പോഴും നല്ല അങ്ങനെ ഒതുങ്ങി അങ്ങ് ഇച്ചിരിയായി പോകത്തൊന്നുമില്ല. നല്ല പിന്നെ ടേസ്റ്റുള്ള ഒരു ചീര. പിന്നെ നമ്മൾ സ്മൂത്തിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതിലും ഇടാം ഇതിൻ്റെയൊക്കെ ഇല. ഇത് പക്ഷേ എപ്പോഴും എല്ലാം ഒരു വർഷം നട്ടാൽ, ഇതിപ്പോൾ എൻ്റെ 3ാമത്തെ വർഷം. അത് ഇടയ്ക്കിടയ്ക്ക് അത് ഇച്ചിരി ചെറുതായി പോകും, പിന്നെ അതങ്ങ് വലുതായിക്കോളും. അതൊരു വലിയ ചെടിയാണ് അവിടെ. പിന്നെ അത് 2 ഉണ്ട്. പിന്നെ ഈ വെജിറ്റബിൾ പാച്ചിൽ ഇത്ര തന്നെയാണ്. ഇവിടെ നോക്കിയാൽ ഇവിടെ വരെയായിരുന്നു അന്ന് ഞാൻ കാണിച്ചത്. നമ്മുടെ
എല്ലാ പിന്നെ ബ്രിഞ്ചോളുകളും ചെടിയും. അപ്പോൾ ഇനിയും ഞാൻ അടുത്ത വെജി പാച്ച് ഇനിയത്തെ വീഡിയോയിൽ കാണിക്കാം. ഇപ്പം ഇവിടെ ഒരു അതങ്ങ് പോയി ഓക്കെ, ഒരു കൊച്ചു ബട്ടർഫ്ലൈ പറക്കുന്നുണ്ടായിരുന്നു വെളുത്തെ. അതിനെ കാണിക്കാൻ വന്നപ്പോഴത്തേന് പോയി. അത് എനിക്കൊരു ശത്രുവാണ് എൻ്റെ. കാരണം ഇവിടെ എല്ലാം വന്നിട്ട് ഓരോ ഇലയിലൊന്നും ഇരിക്കും, അപ്പോഴെല്ലാം ഓരോരോ മുട്ടയിടും. പിന്നെ എന്നിട്ട് കുഞ്ഞ് പുഴുക്കൾ വരും, പിന്നെ എന്നിട്ടെല്ലാം തിന്നാൻ തുടങ്ങും. പിന്നെ അതിനെ ഞാൻ കാണിക്കാൻ വന്നപ്പോഴത്തേനും അത് പോയി കളഞ്ഞു. പിന്നെ അതിനെ മാറ്റാൻ എനിക്ക് പറ്റുന്ന ഒരെണ്ണം ഈ നീം ഓയിലിൻ്റെ സ്പ്രേ എടുത്താൽ അത് ചെറിയ പുഴു ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് പോകത്തില്ല, ആ പുഴു ചത്തു പോകത്തില്ല. പക്ഷേ മുട്ടയിടുന്ന സമയത്ത് തന്നെ ഞാനത് സ്പ്രേ ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം പോവും. പിന്നെ എനിക്ക് സ്പ്രേ ചെയ്യേണ്ട സമയമായി ഇപ്രാവശ്യം. പക്ഷേ ഒത്തിരിയില്ല, ചില സമയത്ത് ഒത്തിരി പിന്നെ വരും ഈ ബട്ടർഫ്ലൈസ്. അത് വന്നാല പ്രശ്നം. ഇപ്രാവശ്യം ഒത്തിരി വന്നിട്ടില്ല. ഓക്കെ, അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ശരി, ബൈ.